ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചില സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ജീവിതം വളരെയേറെ ആസ്വദിക്കുന്നവരാണ്. അതിന് അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്. സമൂഹത്തിൻ്റെ പൊതുവെയുള്ള ശരിതെറ്റുകളൊന്നും അവരെ ബാധിക്കാറില്ല. പക്ഷേ അവർക്ക് അവരുടേതായ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതിനകത്തുണ്ട്. അപ്പം ഞാനിന്നൊരു യുവാവിനെക്കുറിച്ച് പറയാം. പുള്ളിക്കാരനെ സംബന്ധിച്ച് ഒരു പ്രത്യേക വ്യക്തിത്വത്തിനുടമയാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ ആൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ഫാമിലിയുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ആൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ അടിക്കണം. എന്നുവെച്ചാൽ ഇതിനകത്ത് PhD എടുത്ത ആളാണ്. അതുപോലെ സ്ത്രീകൾക്ക് പൊതുവേ ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ്. ചില പുരുഷന്മാരങ്ങനാണ്. സ്ത്രീകൾക്ക് അവരെ പരിചയപ്പെടാനും സംസാരിക്കാനും ലൈൻ അടിക്കാനും ഒക്കെ താല്പര്യം കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റത്തില്ല. ശരീരത്തിനോട് മാത്രം തോന്നുന്ന ആകർഷണമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം പുള്ളിക്കാരൻ അത്ര വലിയ ഗ്ലാമറൊന്നുമില്ല, പക്ഷെ ഒരു ജെന്യൂൻ ലുക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ യുവാവിനെക്കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം പുള്ളിക്കാരൻ ലൈൻ അടിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ളവരാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീ പുരുഷന്മാരുണ്ട്. അവരാഗ്രഹിക്കുന്ന വിവാഹ ജീവിതമല്ല അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ലൈംഗികപരമായിട്ടുള്ളൊരു അസംതൃപ്തിയുണ്ട്. ഇങ്ങനെയുള്ള റിലേഷൻ്റെ യഥാർത്ഥ കാരണം ഇതുതന്നെയാണ്. ഇതിനകത്ത് സംതൃപ്തി ഉണ്ടെങ്കിൽ സ്ത്രീക്കായാലും പുരുഷനായാലും മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, മനസ്സിന് താല്പര്യമുണ്ടെങ്കിലേ ഇത് സാധ്യമാകത്തുള്ളൂ. എന്നുവെച്ചാൽ പങ്കാളിയോടുള്ള അടുപ്പവും മനോഭാവവും വളരെ പ്രധാനമാണ്. എന്നാൽ ഈ യുവാവിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്, ഇതിനകത്ത് പ്രണയിക്കുന്നത് ഇഷ്ടമല്ല. എന്നുവെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയിക്കാതുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ, അതിനോടാണ് താല്പര്യം. യഥാർത്ഥത്തിൽ പ്രണയമാണ് ചില സാഹചര്യത്തിൽ ലൈംഗികതയ്ക്ക് വെല്ലുവിളിയായിട്ട് മാറുന്നത്. കാരണം ഇത് രണ്ടും രണ്ട് വൈബ്രേഷനാണ്. അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദമാണ് പുള്ളിക്കാരൻ്റെ രീതി. എന്നുവെച്ചാൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയാം, എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് രണ്ട് കൂട്ടരും പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ പ്രണയിക്കുമ്പോൾ ഒരു സമയത്ത് ഒരാളെ പറ്റത്തുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എത്ര പേരുമായിട്ട് വേണേലും ഒരേ സമയത്താകാം. അപ്പോൾ ഇവനും അങ്ങനെ തന്നെയാണ്, എല്ലാവരുമായിട്ടും പരിപാടി നടത്താറുണ്ട്. എന്നുവെച്ചാൽ അവർ തമ്മിൽ തീരുമാനിച്ച് അതിനുള്ള സൗകര്യവും സമയവും ഒക്കെ കണ്ടെത്തും. അപ്പോൾ അവൻ പറയുന്നത്, ചിലർക്കിതിനോട് നല്ല ആഗ്രഹമുള്ളവരുണ്ട്, അവർക്കും ഇതേ ആറ്റിറ്റ്യൂഡാണ്, പ്രണയം വേണ്ട, സൗഹൃദം മതി. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്കും നല്ല ഫാമിലി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രണയിക്കേണ്ടത് ഫാമിലിയെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കാണണം. പക്ഷേ അങ്ങനെ അല്ലാത്തവർ ധാരാളമുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ യുവാവിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പരിപാടി ചെയ്യുമ്പോൾ പല രീതിയിലാണല്ലോ, നല്ല രീതിയിൽ ആസ്വദിക്കാറുമുണ്ട്. പക്ഷേ ഇത് കഴിയുമ്പോൾ പുള്ളിക്കൊരു ഭയം, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ വരുമോ എന്ന്, പ്രത്യേകിച്ചും HIV പോലുള്ള വൈറസുകൾ. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ സംശയമാണ്. ഇനി കോണ്ടംസ് യൂസ് ചെയ്താൽ തന്നെ ഓറൽ ചെയ്താൽ ഇങ്ങനെ വരുമോ എന്ന് സംശയം. അതുപോലെ മനസ്സിവിടെ കൂടുതലായിട്ട് ആഴത്തിലിറങ്ങി ചിന്തിക്കുന്നു. പല രീതിയിലുള്ള സ്പർശനങ്ങൾ, പല രീതിയിലുള്ള ചുംബനങ്ങൾ, അതിൽ കൂടിയൊക്കെ വരുമോ എന്ന ഭയം. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളാണ്. എന്നുവെച്ചാൽ ഞാനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതിന് മുമ്പേ ഇങ്ങനൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ പങ്കാളിക്ക് മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത ഇങ്ങനെ കാട് കയറി വരും. ആക്ച്വലി ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും ചില പ്രിക്കോഷൻസൊക്കെ എടുക്കുന്നതും നല്ലതാണ്. ലിംഗം പ്രവേശിപ്പിക്കുന്ന സമയത്ത് കോണ്ടം യൂസ് ചെയ്യുക. അതുപോലെ വായിൽ മുറിവോ ചെറിയ അൾസർ പോലൊക്കെ ഉണ്ടെങ്കിൽ ഓറൽ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ യുവാവിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഡിസോർഡർ ഉണ്ടെന്ന് പറയാൻ കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നതിന് മുൻപേ ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. പക്ഷെ ചെയ്തു കഴിയുമ്പോൾ ഇതിൽ നിന്നും യാതൊരു പ്രോബ്ലം ഉണ്ടാകരുത് എന്ന് മനസ്സ് തേടുന്ന പെർഫെക്ഷൻ. എന്നാൽ ഫ്രണ്ട്ഷിപ്പ് കൂടി ഇങ്ങനെ ചെയ്യുന്നതിനോട് വളരെ താല്പര്യമുണ്ട്, ആസ്വദിക്കാറുമുണ്ട്. അപ്പോൾ ഈ യുവാവിനെ പോലെ തന്നെ സാഹചര്യമുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള രീതിയിൽ ലൈംഗികത ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന്, പ്രണയമുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ചില സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് സത്യം.
ആദ്യം നമ്മൾ പരിചയപ്പെടുന്നു, പിന്നെ ചാറ്റിലേക്ക് മാറുന്നു, പിന്നെ പല ഡയലോഗുകൾ പറയുന്നു, പിന്നെ ഓപ്പോസിറ്റുള്ള ആളിനെ മാക്സിമം സ്നേഹിപ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു, കൂട്ടത്തിൽ ലൈംഗികപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, ബന്ധപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇഷ്ടത്തിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ കൂടിക്കൂടി വരും. ഈ ഇമോഷണൽ ഫ്രീക്വൻസിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്തോന്നറിയാമോ? ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് മേപ്പോട്ട് പോത്തില്ല, താപ്പോട്ട് വരാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രണയത്തിനകത്ത് വരുന്നത് സംശയമായിരിക്കും. പിന്നെ ഈ വഴക്ക് നടക്കുന്നത് കൂടുതലും വാട്സപ്പ് കേന്ദ്രീകരിച്ചാണ്. ലാസ്റ്റ് സീൻ ഇത്ര മണിക്ക് വന്നു, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ മെസ്സേജ് നോക്കിയില്ല, അങ്ങനെ മറ്റാർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ, പുതിയ ലൈൻ വല്ലതും ഉണ്ടോ എന്ന് സംശയം വരും. അതുപോലെ അവരെ പരിചയപ്പെടുന്നതിന് മുൻപ് മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അവരുമായിട്ട് ലൈൻ ആയതിനു ശേഷം പുതിയ ഫ്രണ്ട്ഷിപ്പൊക്കെ വന്നാൽ പ്രശ്നമാണ്. ആക്ച്വലി പ്രണയിക്കുന്നത് നല്ലതാണ്. പങ്കാളികൾ തമ്മിൽ പ്രണയിക്കുന്നവരുണ്ട്, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട്, പ്രണയിച്ച് ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പ്രണയങ്ങളൊക്കെ പോസിറ്റീവാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ പ്രണയത്തിന് വലിയ പ്രസക്തിയില്ല. എന്നാൽ ഇവിടെ സ്ത്രീയും പുരുഷനും അതുണ്ടെന്ന് കാണിക്കുന്നു. എന്നാൽ രണ്ടു പേർക്കും അറിയാം അങ്ങനെ ഒരു കാര്യമില്ലെന്ന്, പക്ഷേ മനസ്സ് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ മറ്റൊരു രീതി നോക്കുവാണെങ്കിൽ ഈ സാഹചര്യം ഒരു ലഹരിയാണ്. പുരുഷനെ സംബന്ധിച്ച് ഒരു അന്യ സ്ത്രീ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പൗരുഷത്തിൻ്റെ അംഗീകാരമായിട്ടാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ ഓപ്പോസിറ്റ് ആൾ പ്രണയിക്കണമെന്ന് രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പ്രണയിപ്പിക്കുന്നതിനകത്ത് രണ്ടു കൂട്ടരും നിഗൂഢമായ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈംഗികപരമായിട്ട് തൃപ്തിപ്പെടുത്താൻ മത്സരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കോണ്ടം യൂസ് ചെയ്യാനൊന്നും തോന്നത്തില്ല. തന്നെയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു സംശയം വന്നു കഴിഞ്ഞാൽ പിന്നത് ശത്രുതയായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ലൈംഗികതയ്ക്ക് പ്രണയം ഒരു പാരയാകുന്നത്. അതേസമയം ഈ സാഹചര്യത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എല്ലാം തുറന്നു പറയാം. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുൻ അനുഭവം ഉണ്ടെങ്കിൽ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാം. അതുപോലെ ഫ്രണ്ട്സ് ആണെങ്കിൽ മറ്റ് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം. പക്ഷേ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പരിചയമല്ല, നമ്മളെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു രീതിയുണ്ടല്ലോ അത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നം ഈ യുവാവിനെ പോലെ തോന്നുന്ന രോഗഭയം. കാരണം ഇതിനകത്ത് നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിട്ട് അധിക നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് അറിയാനൊക്കില്ല. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തെ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ടെൻഷനുണ്ട്, പ്രത്യേകിച്ചും ഒരു പ്രായത്തിലുള്ളവർക്ക്. അപ്പോൾ ഈ രണ്ട് കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിലാക്സേഷൻ ഉണ്ടാവും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.